വിജേഷേ, ഞാൻ വിളിച്ചെന്താ അറിയോ? ഒരു കാര്യം സെറ്റായിട്ട്, പക്ഷെ അത് ഒഴിവായിപ്പോയി. അയ്യോ, വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ എന്ന് പറയുമ്പം 16 ഒരു നല്ല കേസുണ്ട്. പാവൻകുട്ടിയാ, ചിത്തിര. പേരാണോ? പേരല്ല, നാളെ. നല്ല അറിയുന്ന കുട്ടിയാ. പക്ഷേ അമ്മായിമനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് വെച്ചിട്ട് കേസുണ്ട്. ഫേക്കാ. അയ്യോ, അത് ഫേക്ക് അല്ല, അത് ശരിയാവില്ല. അല്ല, അമ്മ ജീവനോടുണ്ടോ? അമ്മ ജീവനോടുണ്ട്. ഓ, അപ്പൊ വേണ്ട. പിന്നെ 28-ന് വേറൊന്നുണ്ട്. ബ്രജേഷിന് വയസ്സ് എത്രയായി? വയസ്സ് 31. അപ്പൊ അത് പ്രായം കുറവാ. 2 കുട്ടികളുണ്ടെന്നുള്ളൂ. കുട്ടികള് മക്കൾക്ക് എന്ത് പ്രായം വരും? മക്കള് ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലും. ആകുമ്പോ പഠിപ്പിക്കണ്ട. ഒരു സ്കൂളിൽ പോയിക്കൊള്ളു. ഒരുപാട് ഫ്രീ ടൈം കിട്ടില്ലേ? എൻജോയ് ചെയ്തൂടെ? അത് വേണ്ട, വക്കീലെ. നമുക്ക് വേറെ നോക്കാം. വേണ്ട, നിങ്ങൾക്ക് വേണ്ട. വേറെ വേറെ കേസുള്ളത് ഭരണി നക്ഷത്രം, 5 അടി 5 ഇഞ്ച് ഉയരം, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്താനിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി. ഓ, അല്ല, ഈ തൻ്റെതല്ലാത്ത കാരണം എന്ന് പറയുമ്പോൾ കാരണം തൻ്റെ അല്ലല്ലോ. അല്ല, എന്നാലും കാരണം എന്താന്ന് പറയാനൊരു അല്ല, തൻ്റെതല്ലാത്തോണ്ട്. അതാണ് പറഞ്ഞത്, തൻ്റേതല്ലാത്ത കാരണം കൊണ്ട്. അതല്ലേ പറഞ്ഞത്. മതിയോ? കുഴപ്പമില്ല. നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോ വക്കീൽ ഫീസ് കൊടുക്കുക, അങ്ങനത്തെ കുഴപ്പമില്ല. GST 1450 50 GST. അല്ലല്ല, ചില്ലറില്ലല്ലോ. അല്ല, അത് കുഴപ്പമില്ല. അല്ലല്ല, കറക്റ്റ് ആയിരിക്കണം. കുമാരൻ. ഹലോ, ഞാൻ നമ്മളെ പോറ്റി വക്കീലിന്റെ അടുത്ത്. എടാ, നമ്മള് കല്ലാച്ചിൽ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ? ഓലക്ക് നോക്കടാ. ഒരു മിനിറ്റ്. പറ. ചെറിയ ലിങ്ക്. ഓലെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടല്ലേ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അത് ഞാൻ നോക്കിക്കോളാം. ഇനി വേഗം വാ. ഓക്കെ. അതിലുണ്ടാവും, ബാഗിലുണ്ടോ? അല്ല, അതിലേ നോക്കിയാ ഉണ്ട്, ഇവിടെ ഉണ്ട്. അല്ല, ബ്രജേഷ്, അതല്ല, ഈ കല്ലാച്ചിന്ന് ഒരു പെണ്ണ് കാണാൻ പോയിക്കുന്നു. ഒരുന്ന് വീട് കാണാൻ വരുന്നുണ്ട്. അത് സെറ്റാ. അല്ലെങ്കിൽ ഈ ഡൈവോഴ്സ് കേസ് നമുക്ക് വർക്കാവും. ബ്രജേഷേ, ഈ കല്ലാച്ചി, കക്കട്ട്, നാദാപുരം, കുറ്റ്യാടി വരെ ഒരുപാട് ഇങ്ങനെ കേസ് ചെയ്യുന്ന പറഞ്ഞുകൊടുത്ത് കിഞ്ഞു വാങ്ങിയവരുണ്ട്. അവരൊക്കെ അതേ സ്കൂളിൽ തിരിച്ചു വന്നിട്ടുമുണ്ട് കേട്ടാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞ് ഉണ്ടാവില്ല. അല്ല, ഇതാ ഉറപ്പാണല്ലോ അല്ലേ? നീ വരുന്നില്ലേ? ഞാൻ അതൊന്ന് റൂട്ടാക്കട്ടെ. വരുന്നുണ്ട്. ഇനി ചായക്ക് വെള്ളം വെച്ചേക്കിട്ടാ. ഞാൻ ഇങ്ങനെ വിചാരിക്കാനു നിങ്ങളെ കാണാഞ്ഞിട്ട്. ഇന്നെന്ത് ഇത്ര വൈകിയേ? പഴയ വണ്ടിയല്ലേ മോളെ, ഓടി എത്തണ്ടേ? ഇന്ന് സുമേനെ കാണും ഒരു കൂട്ടർ വരുന്നുണ്ടേനു. അതായരാ? അതൊരു ഗൾഫുകാരനേനു. ഓക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തേക്ക്. പക്ഷെങ്കിൽ രവിയേട്ടനാണ് ഒരു കടും പിടുത്തോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്ന്. പെണ്ണ് അടുക്കളയിൽ അതാ നോക്കിക്കാ. സർക്കാർ വിജയന്റെ ചന്തി കണ്ടാലോ? കഞ്ഞാറും ഗോപാല, എനിക്ക് നീ മൊബൈൽ തോന്നിയത് അയക്കുന്ന നിർത്തിക്കളെ ഗോപാല. ഛർദി നിക്കാത്തതേ വയറ്റിൽ എട്ട കുട്ടികളായതുകൊണ്ടാന്നാ പറയല്. അതെയാ? ഇതാ ജിസേ പാല്. നാരായണെടുത്തിയെ പാലിന് ലേശം കൊഴുപ്പ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കൊഴുപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അല്ലെങ്കിൽ കെട്ടിയ നാട്ടിൽ വരാനായിക്കില്ലേ? ലീവ് ഇല്ലല്ലോ. വരുന്നതാണല്ലേ. അത് ഇങ്ങനെ വിളിച്ചാളാടാ. നിങ്ങൾ അങ്ങോട്ട് പോയിക്കില്ല ചേച്ചി? ആ ഭവിതയ്ക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടേനോ? കുഴപ്പമില്ല, നിങ്ങൾ വരും. എന്ത് കോലത്? അല്ല, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്തൂടേനോ?
ആ ചെക്കൻ വന്നല്ലോ. എന്തല്ല പണി സൈറ്റിലേ ഇവന് 100 പണിക്കാരുള്ളതാ. എല്ലാവർക്കും അവന്റെ കണ്ണെത്തണ്ടേ. അളിയനാ പോലീസിലാ. ഒരു കാര്യമൊന്നുമില്ല, ഇപ്പൊ സസ്പെൻഷനില്ല. എല്ലാരും ചായ അടിച്ചോട്ടാ. അത് അന്വേഷണ വിധമായിട്ട് ചെറിയൊരു ഇന്ന് ചെക്കൻ്റെ പിറന്നാളാണല്ലേ? അല്ല വയസ്സ് എത്രയായി? വയസ്സ് 31. ആ 31. മാമന്റെ കേക്ക് കുറിച്ചാലോ അച്ഛാ? അത് ശരിയാ, നമുക്കിതൊരു ബർത്ത്ഡേ പാർട്ടി ആക്കാം അല്ലേ? അത് ശരിയാ. കക്കൂസ് ഇവിടെ ബാക്കിലാ. ഭവിത ആരെങ്കിലും ഉണ്ടോ കക്കൂസില്? അച്ഛൻ പോയിട്ടുണ്ട്. എന്നാ കണക്ക് തന്നെ. എന്നാ പിന്നെ നമുക്ക് കേക്ക് കിട്ടിയല്ലേ? ആ മൃഗേഷേ കേക്ക് കെട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെക്കൻ നശിപ്പിക്കും. ചെക്കന് 31 ഇതെന്താ 40? ഈ ബന്ധം ശരിയാവില്ല. പിന്നെ ഇതിനൊക്കെ സമയം പോക്കണ്ട. ചെക്കന് വയസ്സ് എത്രയെന്നാ പറഞ്ഞേ? ഞാളെ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ. ഇനി ഞാളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ടാ. എടാ കുമാര, എനിക്ക് പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ടയാൻ അടിച്ചൊടിച്ചു കളയും. ഒരു മര്യാദ വേണ്ട. അയ്യോ അതല്ല, ഇത് ഓന്റെ അല്ല, ഓന്റെ അളിയന്റെ. അയ്യോ പോലെ